ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹു അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസിലെ 63 മുതൽ 66 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ നിയമങ്ങൾ സൂചിപ്പിക്കാം. قال الذين حق عليهم القول. ഇതിൽ ഖാല എന്ന് പറയുമ്പോൾ ഇസ്തിഅലാന്റെ അക്ഷരമായ ഖാഫ് അതിന് അലിഫ് നൽകി ദീർഘിപ്പിക്കുകയാണ്. ഇസ്തിഅലാന്റെ ഹർഫുകളെ എപ്പോഴും തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ തഫ്ഖീമിന്റെ പദവികൾ, അതിന്റെ ദറജകൾ അല്ലെങ്കിൽ മർത്തബകൾ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും മേലെ നിൽക്കുന്ന അവസ്ഥയാണ് ഇസ്തിഅലാന്റെ അക്ഷരങ്ങളെ തഫ്ഖീം ചെയ്യുന്നതിലെ ഏറ്റവും പാരമ്യതയിലുള്ള അവസ്ഥയാണ് അക്ഷരത്തിന് ഫത്ഹ നൽകി ദീർഘിപ്പിക്കുമ്പോഴുള്ള അവസ്ഥ. എന്ന് വെച്ചാൽ ആ ദീർഘാക്ഷരമായ അലിഫിലും തഫ്ഖീം നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണത്. ഇവിടെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഖാല എന്ന് പൂർണ്ണമായും തഫ്ഖീം ചെയ്ത് ദീർഘത്തോടെ ആ ദീർഘത്തിലും തഫ്ഖീം നിലനിർത്തിക്കൊണ്ട് ഒതുക്കും. അല്ലദീന ഹഖ്ഖ, ഇവിടെയും ഖാഫിന് തഫ്ഖീമാണ്. അലൈഹിമുൽ ഖൗൽ, വീണ്ടും ഖാഫ് തഫ്ഖീമിന്റെ അക്ഷരം. ഇതല്ലാത്ത മറ്റക്ഷരങ്ങൾക്കൊന്നും തഫ്ഖീം വരരുത് എന്നത് ശ്രദ്ധിക്കണം. തഫ്ഖീം നൽകേണ്ട അക്ഷരങ്ങളല്ലാത്ത മറ്റ് ഹർഫുകൾക്കൊന്നും തഫ്ഖീം വരാതെ സൂക്ഷിക്കേണ്ടതാണ്. റബ്ബന, റാഇനെ തഫ്ഖീം ചെയ്യണം, തടുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഹൗലാ, ഈ പദത്തിൽ 2 ദീർഘങ്ങളുണ്ട്. ഈ പദം എന്ന് പറയുമ്പോൾ ഒറ്റ പദമായിട്ടാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും അസ്ലിൽ അത് 2 പദമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഒറ്റ പദമായിട്ടാണ് എഴുതപ്പെട്ടതെങ്കിലും ഹ എന്നത് ഒരു പദമായി പരിഗണിക്കപ്പെടുന്നു. ഉലായി എന്നത് മറ്റൊരു പദവുമാണ്. ഇങ്ങനെ വരുമ്പോൾ ഹ എന്നതിലെ അലിഫിന്റെ ദീർഘം മറ്റ് മുൻഫസിൽ ജായിസ് എന്നതാണ്. അത് ദീർഘിപ്പിക്കാതിരിക്കുകയോ ചെയ്യാം. അഥവാ 4-5 ഹറക്കത്തിന്റെ അളവിൽ ഈ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. എന്നാൽ ഉലൈ എന്ന് പറയുമ്പോൾ ഉള്ള ദീർഘമാകട്ടെ മറ്റ് മുത്തസിൽ വാജിബാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. അപ്പോൾ 2 ദീർഘവും നൽകിക്കൊണ്ട് ഹൗലാഇ അല്ലെങ്കിൽ ഹൗലാഇ എന്നും ഓതാവുന്നതാണ്. അല്ലദീന അഗ്വൈന, ഗൈനിനെ തഫ്ഖീം ചെയ്യണം. ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ഇവിടെ ഗൈൻ എന്ന ഹർഫായതുകൊണ്ട് അതിന് റഖാവ എന്ന അവസ്ഥയുണ്ട്. ലൂസാക്കി അതിനെ പറയണം. ചില അറബി സഹോദരന്മാർ, കുട്ടികളെയൊക്കെ നമ്മൾ കണ്ടുവരുന്ന ഒരു തെറ്റായ രൂപമാണ് ഗൈന് ഖാഫ് പോലെ ഉച്ചരിക്കാൻ. അവരെന്ത് ചെയ്യും? അഖ്വൈന എന്നൊരു ഖാഫിലേക്ക് അടുത്ത ഒരു ശബ്ദമായി ഗൈനിനെ ഉച്ചരിക്കും. അത് തെറ്റാണ്. ഇവിടെ ഗൈനിനെ റിഖ്വാക്കി റഖാവത്തോടെ ഉച്ചരിക്കണം. അയവ് വരുത്തി ലൂസാക്കിക്കൊണ്ട് അതോടൊപ്പം പൂർണ്ണമായ തഫ്ഖീം കൊടുക്കണം. അഗ്വൈനാഹും കമാ ഗവൈന, വീണ്ടും ആ പദം ആവർത്തിക്കുകയാണ്. അതിനിടക്കുള്ള ദീർഘമാകട്ടെ മദ് മുൻഫസിൽ ജായിസാണ്. അഗ്വൈന എന്നതിലെ അലിഫിന്റെ ദീർഘം മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘം നൽകൽ അനുവദനീയമാണ്.
അഗ്വൈനാഹും അവിടെ സാക്കിനത മീമുണ്ട്, അതിനെ മണിക്കാതെ വെളിവാക്കണം. ഇൽഹാർ ഷഫവിയാണ്. കമാ ഗവൈന കമാ കമാ ഗവൈന എന്ന് പറയുമ്പോൾ കാഫ് ഇസ്തിഫാലിന്റെ ഹർഫാണ്. അതിന് നേർ വിപരീതമായ ഗൈന്, രണ്ടും തമ്മിൽ ഒരു താരതമ്യം ചെയ്ത് നോക്കി നമുക്ക് മനസ്സിലാക്കാം. കാഫ് ഇസ്തിഫാൽ തർഖീഖ് ചെയ്യണം. ക ക ക എന്ന ശബ്ദം, അതിനാണെങ്കിലോ ഷിദ്ദത്തുണ്ട്, ഹംസുണ്ട്. ഗൈനിനാണെങ്കിലോ റഖാവത്താണ്, തഫ്ഖീമാണ്, ഇസ്തിഅലാഇന്റെ ഹർഫാണ്. ഇങ്ങനെയൊക്കെ വിപരീതം പുലർത്തുന്ന അക്ഷരമാണ് കാഫുമായിട്ട്. അതുപോലെ ജഹറിന്റെ അക്ഷരവുമാണ്. അപ്പോൾ കമാ ഗവൈന കമാ ഗവൈന അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അലിഫിനെ കൂടുതൽ നീട്ടിപ്പോവരുത്. 2 ഹറക്കത്തിന്റെ അളവിൽ മതിയാക്കുക. ഗവൈന, ചിലർ വഖഫിന്റെ സമയത്ത് വെറുതെ ഒന്നങ്ങ് നീട്ടും, അത് സൂക്ഷിക്കണം. തബറഅന തബറഅന, അതിൽ റാഇന് തഫ്ഖീം കൊടുക്കണം. മുശദ്ദദത്താണ്, ശ്രദ്ധ നൽകപ്പെട്ട അക്ഷരമായതുകൊണ്ട് സൂക്ഷ്മത വേണം. തക്രീർ വരാതെ, തബർ എന്ന് ആവർത്തിച്ച് വരരുത്. തബറഅന ഇലൈക്, തബറഅന എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കാൻ അനുവാദമുണ്ട്. ഇലൈക് വഖഫ് ചെയ്യുമ്പോൾ അവിടെ യാഇന് ദീർഘം കൊടുക്കുന്നു. യാ ലീനിന്റെ ഹർഫാണ്. ആ ലീനിന്റെ ഹർഫിനെ ദീർഘിപ്പിക്കുന്ന ദീർഘം മദ്ദുല്ലീനാണ്. എന്നാൽ ഇവിടെ വഖഫിന്റെ സന്ദർഭമാണ് എന്ന ആരിദിന്റെ ഹുക്മ് അതിൽ വന്നു ചേരുകയാണ്. അപ്പൊ അതുകൊണ്ട് മിതത്വം സ്വീകരിച്ചുകൊണ്ട് 4 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിച്ച് മതിയാക്കുക. അതാണ് ഏറ്റവും ഭംഗി. ഇനി കൂടുതൽ വേണമെങ്കിൽ 6 ഹറക്കത്ത് വരെ പോകാവുന്നതുമാണ്. ഇനി 2 ഹറക്കത്തിൽ മതിയാക്കുകയുമാവാം. ഏതായിരുന്നാലും ഇലൈക് എന്ന 4 ഹറക്കത്തിന്റെ അളവ് കൊടുത്ത് നിർത്തും. അതാണ് കൂടുതൽ നല്ലത്. മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ, മാ കാനൂ, അലിഫുകളെ ശ്രദ്ധിക്കുക. എല്ലാം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെയാണ് ദീർഘിപ്പിക്കുന്നത് എന്നതുകൊണ്ട് ആ ദീർഘത്തിലും തർക്കീഖ് ഉണ്ടാവണം. മാ എന്ന് പറയരുത്, മറിച്ച് മാ കാനൂ, മാ കാനൂ എന്ന് പറയരുത്. മാ കാനൂ ഇയ്യാനാ, കാനൂ എന്നതിലെ വാവിന്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. ആ വാവിന് 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അപ്പോ ഈ വചനത്തിൽ മുൻഫസിലായ ദീർഘങ്ങൾ കുറെ വന്നിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ദീർഘിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യാം. ഹഉലാഇല്ലദീന അഗ്വൈനാഹും, അങ്ങനൊക്കെ തബീഇയ ദീർഘത്തിൽ മാത്രം മതിയാക്കാം. അതുപോലെ തബറഅനാ ഇലൈക മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ എന്ന് ഓതലും അനുവാദമുള്ള രൂപമാണ്. അപ്പോൾ മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ, മുൻഫസിലായ ദീർഘം തബീഇയായ ദീർഘം മാത്രം മതിയാക്കി ഓതാവുന്നതാണ്. അല്ലെങ്കിൽ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവാദമുള്ള കാര്യമാണ്. മുൻഫസിൽ ജായിസാണ്. ഇയ്യാനാ യഅ്ബുദൂൻ, ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളെ ശ്രദ്ധിച്ച് തർക്കീഖ് ചെയ്ത് ഓതുക. യഅ്ബുദൂൻ, ഐന് ശ്രദ്ധിക്കുക, മുതവസ്സിത്തായ സ്വഭാവമുള്ള അക്ഷരമാണ്. വഖീല ദഉ ശുറകാഅകും, വഖീല
ഖാഫിന്റെ കസ്ര തർക്കീഖാണ്. തർക്കീഖല്ല, തഫ്ഖീമാണ് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം. ഖാഫിന് കസ്ര ഉള്ളതുണ്ട്. വഖീല ദാലിന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. വഖീല ദഉ ശുറകാഅകും, റാഇന് തഫ്ഖീം കൊടുക്കണം. ശുറകാഅകും എന്ന് സാധാരണ പലരും മലയാളത്തിൽ പറയും പോലെ പറയും, അതല്ല, റാഇ തടിപ്പിച്ച് തഫ്ഖീമോടെ ഉച്ചരിക്കുക. കാഫിന്റെ ദീർഘം, കാഫിനെ അലിഫ് നൽകി ദീർഘിപ്പിക്കുന്ന ആ ദീർഘം ഈ പദത്തിലുള്ളത് മദ് മുത്തസിൽ വാജിബാണ്, നിർബന്ധമായും അതിന് 4-5 ഹറക്കത്തിന്റെ അളവ് ദീർഘിപ്പിക്കണം. ഒറ്റ പദത്തിൽ അലിഫും ശേഷം ഹംസയും വന്നിരിക്കുകയാണ്. ശുറകാഅകും ഫദഉഹും ഫലം യസ്തജീബു, അവിടെ 2 തവണ സാക്കിനത്തായ മീമും ശേഷം ഫാഉം വന്നിട്ടുണ്ട്. ഇവിടെ ഇൽഹാർ ഷഫവി ബിശക്ൽ ഖാസ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയോടെ ഇൽഹാർ ഷഫവി ചെയ്യണം എന്നർത്ഥം. കാരണം മീമിന് ശേഷം ഫാ ഷഫവിയ അക്ഷരം തന്നെയാണ് വന്നത്. അവിടെ സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യണം. ശുറകാഅകും ഫദഉഹും ഫലം യസ്തജീബു, അവിടെയും ഇൽഹാർ ഷഫവി സാക്കിനത്തായ മീമും ശേഷം യാവുമാണ്. فلم يستجيبوا لهم ورأوا العذاب, ലഹും വറഅു, അവിടെയും സാക്കിനത്തായ മീം ശേഷം വാവ് ഇൽഹാർ ഷഫവി സൂക്ഷ്മതയോടെ വേണം. ശേഷം വാവ് ഷഫവിയായ അക്ഷരമാണ് വന്നിട്ടുള്ളത്. വറഅഉൽ അദാബ്, വറഅ ഹംസ മുസ്തഫിലാണ്, എന്നാൽ റാഇ തഫ്ഖീം ചെയ്യേണ്ട അക്ഷരം. വറഅഉൽ അദാബ്, വഖഫിന് വേണ്ടി ദീർഘം നൽകാം. തവസ്സുത്ത് 4 ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം നൽകി നിർത്തുക, അതാണ് നല്ലത് എന്ന് നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ ഇവിടെ നിർത്തുമ്പോൾ ബാഇന് ഖൽഖല കുബ്റ വരും എന്നത് സൂക്ഷിക്കുക. നല്ല വ്യക്തമാക്കി ബാഇന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് നിർത്തുക. എന്നാൽ അവിടെ മുഷദ്ദ അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്ന അവസ്ഥ വരണ്ട. അത് അബ് എന്ന് പറയരുത്, അത് തെറ്റാണ്. വറഅഉൽ അദാബ് ലൗ അന്നഹും കാനൂ യഹ്തദൂൻ, ലൗ അന്നഹും നൂൻ മുഷദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അന്ത്യത്തിൽ വന്ന സാക്കിനത്തായ മീം ശേഷം കാഫ് ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുക. ലൗ അന്നഹും കാനൂ യഹ്തദൂൻ, യഹ്തദൂൻ ഹാ വ്യക്തമാക്കണം. പലപ്പോഴും ഹാ പോലെ കായി പോകുന്ന അവസ്ഥയുണ്ട്, അത് സൂക്ഷിക്കണം. മഹ്മൂസ അക്ഷരമാണ്, ഹൽഖിയായ അക്ഷരമാണ്. യഹ്തദൂൻ വയൗമ യുനാദീഹിം ഫയഖൂൽ, മേലെയും ഈ പദങ്ങൾ ആവർത്തിച്ചുകൊണ്ട് വന്ന ഒരു വചനമുണ്ട്. ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. വയൗമ യുനാദീഹിം ഫയഖൂൽ, ഇവിടെ സാക്കിനത്തായ മീമും ശേഷം ഫാവും വന്നത് സൂക്ഷ്മതയോടെ ഇൽഹാർ ചെയ്യേണ്ടതാണ്. വയൗമ യുനാദീഹിം ഫയഖൂൽ, ഖാഫിന് തഫ്ഖീം കൊടുക്കണം. നിസ്ബിയായ തഫ്ഖീം അല്ലാത്ത അക്ഷരങ്ങൾക്കെല്ലാം തർക്കീഖാണ് എന്നത് ശ്രദ്ധിക്കുക. ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. മാദാ അജബ്തുമുൽ മുർസലീൻ, മാദാ എന്നതിലെ ദീർഘം മദ് മുൻഫസിൽ ജായിസാണ്. 4-5 ഹറക്കത്തിന്റെ അളവിൽ അലിഫിനെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. അജബ്തും ബാഇന്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക. അജബ്തും എന്ന സാക്കിനത്തായ മീമിന്റെ സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനയുടെ പരിഹാരമായി കൊണ്ട് കളയുകയും അതിന് ഹറക്കത്ത് കൊടുത്ത് അജബ്തുമുൽ മുർസലീൻ എന്ന് ചേർത്തോതുകയുമാണ്. അൽ മുർസലീൻ
ഇത് മേലെയും വന്നിട്ടുണ്ട്. ഇൽത്തിഖാഉ സാക്കിനൈൻ നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതാണ്. റഅഉൽ അദാബ് എന്ന് മേലെ കഴിഞ്ഞ വചനത്തിലും ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി വാവിന്റെ സുക്കൂൻ മാറ്റി ദമ്മ കൊടുത്തതാണ്. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെയും. റഅഉ എന്ന സാക്കിനത്തായ വാവുൽ ജമാഅ അത് എന്താക്കി മാറ്റി? റഅഉ എന്ന് ദമ്മ നൽകി. അതേ അവസ്ഥയാണ് ഇവിടെയും. അജബ്തുമുൽ മുർസലീൻ, റാഇന് തഫ്ഖീം കൊടുക്കുക. അൽ മുർസലീൻ, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരരുത്. സീന് സ്വാദ് പോലെ ആയിപ്പോരുത്. റാഇന് മാത്രമേ തഫ്ഖീമുള്ളൂ. അൽ മുർസലീൻ ഫഅമിയത് അലൈഹിം, ഫഅമിയത് ഐന് ശ്രദ്ധിക്കുക. താഇന്റെ ഹംസ്, ഷിദ്ദ എന്നീ സ്വഭാവങ്ങൾ, സിഫത്തുകൾ ശ്രദ്ധിക്കുക. ഫഅമിയത് അലൈഹിമുൽ അംബാ, അലൈഹിം എന്ന സാക്കിൻ മീമിന്റെ സുക്കൂൻ ഇൽത്തിഖാഉ സാക്കിനൈന് വേണ്ടി ദമ്മ കൊടുത്തു പരിഹരിച്ചിരിക്കുകയാണ്. അലൈഹിമുൽ അംബാ, അൽ അംബാ എന്ന് പറയുമ്പോൾ എന്താണ് അവിടുത്തെ ഹുക്മ്? സാക്കിനത്തായ നൂനിനെ ബാഇന്റെ മുമ്പിൽ വന്ന കാരണത്താൽ ഇഖ്ലാബ് ചെയ്യുകയാണ്. ഇഖ്ലാബ് എന്നാൽ ഒരക്ഷരത്തെ മറ്റൊന്നാക്കി മാറ്റുക. ഖൽബ് എന്നും പറയും. ഖലബ യഖ്ലിബു ഖൽബൻ ഔ അഖ്ലബ യഖ്ലിബു ഇഖ്ലാബൻ, രണ്ടായിരുന്നാലും അർത്ഥം ഒന്നാണ്. ഇവിടെ ഇഖ്ലാബുൻ നൂനി മീമൻ ഖബ്ലൽ ബാ, അതാണ് അവസ്ഥ. ഹുക്മ് മീമിന്റെ ശബ്ദം നൽകി മാറ്റി മണിക്കുക. ഇവിടെ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. ഒന്നതിനെ മീമാക്കി മാറ്റണം, രണ്ടാമത്തേത് മണിക്കണം, മൂന്നാമത്തേത് അതിന് മീമിന്റെ ഹുക്മ് കൊടുക്കണം. സാക്കിനത്തായ മീം ബായിന് മുമ്പിൽ വരുമ്പോഴുള്ള നിയമമാണ് ഇവിടെയും ഫലത്തിൽ നൽകേണ്ടത്, അഥവാ ഇഖ്ഫാ ഷഫവി. മറന്നുകൊണ്ട ബായിന്റെ മുമ്പിൽ മീമ് വരുമ്പോൾ ഇഖ്ഫാ ഷഫവി. ഷഫവി എന്ന് പറഞ്ഞാൽ ചുണ്ടുകളെ കൊണ്ട് ചെയ്യുന്ന ഇഖ്ഫ, അവ്യക്തമാക്കിയുള്ള ഉച്ചാരണം എന്ന് വെച്ചാൽ എന്ന് പറയാം മണിച്ചുകൊണ്ട്. എന്ന് ഇൽഹാറ് ആയിപ്പോണ്ട, അമർത്തി വെക്കണ്ട, മറിച്ച് മണിച്ചുകൊണ്ട് ഓതുക. എന്നാൽ ചുണ്ടുകൾക്കിടയിൽ വിടവ് വേണ്ടതില്ല. അങ്ങനെ ചിലർ തെറ്റായി പറയാറുണ്ട്. അങ്ങനെ വേണ്ട. എന്നിങ്ങനെ ചുണ്ട് പരസ്പരം തട്ടിക്കാതെ പറയുന്ന രീതി വേണ്ട. ചുണ്ട് തട്ടിച്ചുകൊണ്ട്, എന്നാൽ അമർത്തി വല്ലാതെ മീമിനെ വെളിവാക്കി ഇൽഹാർ ചെയ്യുന്ന അവസ്ഥയിലല്ല. അൽ അംബാഉ, ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. അലിഫിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. യൗമഇദിൻ ഫഹും, ഇതിൽ തൻവീനും ശേഷം ഫാഉമാണ്. ഇഖ്ഫാ ഹഖീഖി എന്ന ഹുക്മാണ്. നിർബന്ധമായും തൻവീനിനെ മറച്ചു മണിക്കണം, അവ്യക്തമാക്കി മണിക്കണം. അപ്പൊ 2 ഇഖ്ഫാ ആണ്. നേരത്തെ ഇഖ്ലാബ് മാറി അവിടെ ഹുക്മു വരുന്ന ഇഖ്ഫാ ഷഫവി എന്ന് പറഞ്ഞല്ലോ, അതും ഇഖ്ഫാ ആണ്. എന്നാൽ ഇവിടെയുള്ളത് ഇഖ്ഫാ തന്നെ. ഈ ഇഖ്ഫാ ഹഖീഖി എന്നതാണ്. അതിന് 15 അക്ഷരങ്ങളുണ്ട്. തൻവീനിന്റെയും സാക്കിനത്താനുവിന്റെയും ശേഷം ഫാ വരുമ്പോൾ 15 ഹർഫുകളിൽ മുമ്പിൽ അതിനെ ഇഖ്ഫാ ചെയ്യണമെന്നതാണ്. ആ ഇഖ്ഫാ ഹഖീഖിയാണ് ഇവിടെയും. യൗമഇദിൻ ഫഹും, ഇദിൻ ഫഹും, ഇതിൻ എന്ന് ക്ലിയർ ആക്കരുത്. ഇദിൻ ഫഹും, ഫഹും ലാ യതസാഅലൂൻ. ഫഹും എന്നതിലെ സാക്കിനത്തായ മീമിനെ ഷഫവി മണിക്കാതെ വെളിവാക്കി ഉച്ചരിക്കണം. യതസാഅലൂൻ എന്ന അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി 4-5 ഹറക്കത്തിന്റെ അളവിൽ നിർബന്ധമായും ദീർഘിപ്പിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
قال الذين حق عليهم القول ربنا هؤلاء الذين أغويناهم كما غوينا تبرأنا إليك ما كانوا إيانا يعبدون وقيل ادعوا شركاءكم فدعوهم فلم يستجيبوا لهم ورأوا العذاب لو أنهم كانوا يهتدون ويوم يناديهم فيقول ماذا أجبتم المرسلين فعميت عليهم الأنباء يومئذ فهم لا يتساءلون